ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ബീറ്റ ഫ്രൈസിനെ നമ്മൾ ബ്രീഡ് ചെയ്ത ടാങ്കിൽ നിന്ന് നമ്മൾ അതിനെ കുറച്ചും കൂടി ഗ്രോ ചെയ്യാനായിട്ട് ബിഗ് ടാങ്കിലേക്ക് മാറ്റുന്നതാണ്. എല്ലാവർക്കും അറിയാം, ഒരു 5-6 ദിവസം കഴിയുമ്പോൾ ബീറ്റ കുഞ്ഞുങ്ങളെല്ലാം ചത്തുപോകുന്നു, അല്ലെങ്കിൽ വാട്ടർ മാറ്റി കഴിഞ്ഞാൽ എല്ലാം ചത്തുപോകുന്നു. അപ്പോൾ ഈ പരാതി കുറയ്ക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഒരു 2 ആഴ്ചയൊക്കെ പിടിച്ചു വെച്ച വെള്ളത്തിൽ ഇതുപോലെ 2 ആൽമണ്ട് ലീഫൊക്കെ ഇട്ട് വെച്ച് അതിന് നല്ലപോലെ ഒരു നാച്ചുറൽ ഹാബിറ്റാക്കി എടുത്ത് അതിന് ശേഷമാണ് നമ്മൾ ഈ ബ്രീഡ് ചെയ്തതിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഇതിനകത്തേക്ക് ഇറക്കി വിടുന്നത്. അപ്പോൾ നല്ലപോലെ ഓൾറെഡി അതിനകത്ത് ആൽഗേസ് ഉണ്ട്, പിന്നെ അതുപോലെ ചെറിയ മൈക്രോവേംസ് ഉണ്ട്, പിന്നെ അതുപോലെ നമ്മുടെ ഇൻഫുസോറിയ അങ്ങനത്തെ എല്ലാം അതിനകത്തുണ്ട് നാച്ചുറലായിട്ട് ഫോം ചെയ്ത്. നമ്മളിപ്പോൾ ഇറക്കി വിടുമ്പോൾ അതിൻ്റെ പാരൻറ്റിനെയും കൂടിയാണ് ഈ വലിയ ടാങ്കിലേക്ക് ഇറക്കി വിടുന്നത്. കാരണം ഈ ഫ്രൈസ് ഒരു 10 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഫ്രൈസിന് കുറച്ചും കൂടി വലുപ്പമുള്ളൊരു ടാങ്കായി, പിന്നെ അവയ്ക്ക് കുറച്ചും കൂടി ഫീഡ് ആയി. അപ്പോൾ അങ്ങനെ ഒരു ടാങ്കിലേക്ക് നമ്മൾ ബ്രീഡ് ചെയ്ത ബോക്സിൽ നിന്ന് ഒറ്റങ്ങളെ മാറ്റാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 75% മേലെ കുഞ്ഞുങ്ങളെ തന്നെ നമുക്ക് സർവൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഈ ടാങ്കിൽ നോക്കിയാൽ കാണാം, ഇപ്പോൾ ക്ലൗഡിയൊക്കെ ആയി തുടങ്ങി, കുഞ്ഞുങ്ങളാണ് ആ സ്പോട്ടായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് അവറ്റങ്ങളെ ഇനിയും മറ്റേ വലിയ ടാങ്കിലേക്ക് മാറ്റാം. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ കുഞ്ഞുങ്ങളെല്ലാത്തിനെയും നമുക്ക് സർവൈവ് ചെയ്തെടുക്കാം. നമ്മൾ പല ടൈപ്പിൽ ഇതിനെ ബ്രീഡ് ചെയ്യാറുണ്ട്. ചെടിച്ചട്ടിയിലൊക്കെ ബ്രീഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടി ഒരു നാച്ചുറൽ ഫീല് കിട്ടും. നമ്മളിവരെ വളർത്തിയെടുക്കുമ്പോൾ എല്ലാത്തിനെയും ചിലപ്പോൾ ഒരുമിച്ചൊക്കെയാണ് വളർത്തിയെടുക്കുക. അതെല്ലാം നമുക്ക് എങ്ങനെയാണ് ടാങ്കിൻ്റെ അവൈലബിലിറ്റി നോക്കിയാണ് ചെയ്യുക. പക്ഷേ ഈ ഒരു മെത്തേഡിലാണ് എപ്പോഴും നമ്മൾ ചെയ്യാറ്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ വന്നാലും നല്ലൊരു സക്സസ് റേറ്റ് നമുക്ക് കിട്ടാറുണ്ട്. തികച്ചും നാച്ചുറലായിട്ട് നമുക്ക് അതിനെ വളർത്തിയെടുക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഗ്രോത്തും കിട്ടും. എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് രക്ഷിച്ചെടുക്കാനും പറ്റും. ബീറ്റ് വളരെ ഈസിയാണ് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാനായിട്ട്. നമുക്ക് ഇതുപോലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. പെട്ടെന്ന് നല്ല വെള്ളത്തിലേക്ക് ബെയ്റ്റാനെ ഇറക്കി വിടരുത് കുഞ്ഞുങ്ങളെ. അവയ്ക്ക് അത് സർവൈവ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള വാട്ടറിലേക്ക് കുറച്ച് ക്ലൗഡി ആയിട്ട് കുറച്ച് ആൽഗേസും ഇതെല്ലാം ഗ്രോ ചെയ്ത് പിടിച്ചു വെച്ച വെള്ളത്തിലേക്കാണ് ഇറക്കി വിടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കുഞ്ഞുങ്ങളെയും സുഖമായിട്ട് സക്സസ് ആയിട്ട് നിങ്ങൾക്ക് അതിനെ ഗ്രോ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്തൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അതിനകത്ത് കുറേ കുഞ്ഞുങ്ങളുണ്ട്. നമുക്ക് 1000 മേലെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ഒരുമിച്ച് ഒരേ ടൈമിൽ തന്നെ ബ്രീഡ് ചെയ്ത് തന്നെ എടുക്കാറുണ്ട് കുഞ്ഞുങ്ങളെ. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് വീണ്ടും വരുന്നതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.